റിപ്പോർട്ടർ ഇംപാക്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരുടെ വീട്ടിൽ ഉടൻ വൈദ്യുതി എത്തും. 2 ദിവസത്തിനുള്ളിൽ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് കണക്ഷൻ നൽകും. കുട്ടികളുടെ കുടുംബവും എസ്റ്റേറ്റ് ഉടമകളുമായി കളക്ടർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും നന്ദിയെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. എനിക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീരുമാനമായി, കണക്ഷൻ കൊടുക്കാൻ തീരുമാനമായി. അതിന് പിന്നെ അത്രയും വലിയൊരു തുക മുടക്കാൻ ആ കുടുംബത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് BPL ആയതുകൊണ്ട് അത് ഇലക്ട്രിസിറ്റി ബോർഡ് ആ കാര്യങ്ങൾ ചെയ്തോളും. നിയറസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുമായിരിക്കും. അത് KSEB അവരുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അത് KSEBിയുടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് ADM സംസാരിച്ചു. BPL സ്റ്റാറ്റസ് ആണെങ്കിൽ അത് കൊടുക്കാമെന്ന് പിന്നെ KSEBിൻ്റെ ഡെപ്യൂട്ടി സി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല, ഇവിടെ തന്നെ പരിഹരിക്കും. 2 ദിവസം DBയിൽ നിന്ന് കറണ്ട് വലിച്ച് ലൈൻ തരുമായിരിക്കും. തേലത്തോട്ട് ബോബ്സാർ NOC തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടും. ഒത്തിരി സന്തോഷമാണ്. കളക്ടർ പറഞ്ഞ് 2 ദിവസത്തിൽ കറണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാ ന്യൂസ് ചാനലുകൾക്കും ഒത്തിരി നന്ദിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കറണ്ട് വരും. രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ. രാഹുൽ സുരേഷ്, നമുക്കും സന്തോഷമുള്ള കാര്യം, എന്തായാലും അവരുടെ ജീവിതത്തിലേക്ക് കൂടിയാണ് വെളിച്ചമെത്തുന്നത്. ഇനി മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, 2 മാസം ആ കുട്ടികൾ ഇരുട്ടിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളവിടെ നേരിട്ട് പോയപ്പോൾ ആ ദുരിതാവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. ഈ കുട്ടികളുടെ കുടുംബവും പോപ്സ് കമ്പനിയും തമ്മിൽ ഉടമസ്ഥ തർക്കം നിലനിൽക്കുകയാണ്. അതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി നിലനിന്നിരുന്നത്. നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ ജില്ലാ കളക്ടർ ഇരുവിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിച്ചു. ഇന്ന് പോപ്സ് കമ്പനി അധികൃതരും കുട്ടികളുടെ കുടുംബവും കളക്ടറുടെ ചേംബറിൽ എത്തിയിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഈ NOC നൽകാൻ വേണ്ടിയിട്ടുള്ള രേഖകളെല്ലാം തന്നെ കൈമാറാമെന്ന് പോപ്സ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം KSEBിക്ക് ഇനി വൈദ്യുതി നൽകുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. 2 ദിവസത്തിനുള്ളിൽ, പരമാവധി 2 ദിവസത്തിനുള്ളിൽ ഈ പുതിയ പോസ്റ്റുകൾ ഇട്ട ശേഷം വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് കളക്ടറെ KSEB അറിയിച്ചിരിക്കുന്നത്. കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ വലിയ സന്തോഷത്തിലാണ് അവർ. 1-ലും 5-ലും പഠിക്കുന്ന ഹാഷിനിയും ഹർഷിനിയുമാണ് ദുരിതാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഭക്ഷണം വരെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. ആ പ്രശ്നത്തിന് എന്തായാലും പരിഹാരമായിരിക്കുകയാണ്. അവരുടെ പിതാവ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. അതിൽ ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ നമുക്കും സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.